അല്ല അതല്ല ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന കോടതി. അല്ല വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നത്. ആ അഫിഡാവിറ്റിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല അല്ല ഇപ്പൊ ഇന്ന് സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു വക്കീലിനല്ലേ ചുമതലപ്പെടുത്തിയേക്കണേ. ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മളിപ്പോൾ പറയേണ്ട കാര്യം എന്താ? അല്ല ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വിധിയിൽ. അല്ല അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഈ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാടതല്ല. സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു, അവർ വിധിയിലേക്ക് എത്തി. ഞാൻ മുഴുപ്പിക്കട്ടെ, ആ വിധി വന്നു. ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പം എന്താ? പുനഃപരിശോധനയാണ്. പുനഃപരിശോധനയ്ക്ക് മുമ്പ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? 7 കാര്യങ്ങൾ തീരുമാനിക്കണം. അത് തീരുമാനിച്ചാലേ മറ്റേക്ക് വരുള്ളൂ. അത് 7 കാര്യങ്ങൾ അറിയിക്കല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റ് 7. ഇപ്പം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ല ഞാൻ ചോദിക്കുക, ഈ ആർട്ടിക്കിൾ 25, 26 കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് ഇൻ്റർപ്ലേ എങ്ങനെയായിരിക്കണം? നമ്മൾ നേരെ സ്വിച്ചിട്ട് എസ് എന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ എല്ലാ വ്യാഖ്യാനങ്ങളും നന്നായി ചർച്ച ചെയ്യേണ്ടി വരും. ഭരണഘടനാ വിദഗ്ധരായിട്ട് എല്ലാ വിഭാഗവുമായിട്ടൊക്കെ ആലോചിക്കേണ്ടി വരും. 2, വാട്ട് ഈസ് സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ മൊറാലിറ്റി? ഇത് ഒരു പത്രസമ്മേളനത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ. ഇത് ടെക്നിക്കൽ സുപ്രീം കോടതിയുടെ അല്ല ഞാൻ വ്യക്തമാക്കിയത് എന്താ, സർക്കാർ നേരത്തെ തന്നെ എന്താ പറഞ്ഞിരുന്നത്? ഈ വിഭാഗത്തിൽ നല്ല ആഴത്തിലുള്ള പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുമായി ഇതല്ലേ ഞങ്ങളുടെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്നത്. നിലവിൽ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിഗണിക്കുന്നത്. പക്ഷേ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അതിൽ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളും. 2 ഭാഗവും എന്താണ് എന്നൊക്കെയുള്ളത് വിശദമായി പരിശോധിച്ച് തീരുമാനമാകും. പക്ഷേ നിലവിൽ സർക്കാർ കോടതി പരിഗണിക്കുന്നത് ഭരണഘടനാ വിഷയങ്ങളാണ്. അത് 7 ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.